ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവരും സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നതാണ്. എന്തെന്നാ, നമ്മൾ തിയറിറ്റിക്കലി ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യും, എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യും, അതിൻ്റെ പ്രാക്ടീസ് ക്ലാസ് അല്ലേ നമുക്ക് കൂടുതൽ വേണ്ടത്. തീർച്ചയായും പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ തുടക്കമാണിന്ന്. പ്രത്യേകിച്ച് പ്രോനൗൺസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് ക്ലാസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ലഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയും കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക്, ട്രൂലി ദ റിയൽ ട്രാക്ക് ഫോർ ഇംഗ്ലീഷ് ബേസിക്സ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി ആൻഡ് ഇംഗ്ലീഷ് ആക്സെൻറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ബേസിക്സിൻ്റെ ആദ്യ ഭാഗമായ പ്രോനൗൺസ്. ഒന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ പ്രോനൗൺസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. ഒരു റിവിഷൻ ഇഫക്റ്റിനായി ഓർമ്മപ്പെടുത്തുന്നു. പ്രോനൗൺസ് ആർ ദ വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. പ്രത്യേകിച്ച് വ്യക്തി സർവനാമങ്ങളായ പേഴ്സണൽ പ്രോനൗൺസ് ആയിട്ടുള്ള പ്ലൂരൽ പ്രോനൗൺസും സിംഗുലർ പ്രോനൗൺസുമാണ് തിയറി എന്ന നിലയിൽ നിങ്ങൾ ഇതുവരെ വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വന്നത്. ഐ, വി, യു, ദേ ആർ ദ പ്ലൂരൽ പ്രോനൗൺസ്. Then he, she and it are the singular pronouns. Pronoun based പ്രാക്ടീസിനെ രണ്ട് രീതിയിൽ വിഭജിക്കാം. ഒന്ന്, വളരെ എളുപ്പമാക്കി തീർക്കുന്ന ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസ് പ്രാക്ടീസ്. പല പുസ്തകങ്ങളിൽ കാണും നിങ്ങളത്. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസ് പ്രാക്ടീസ് കൊണ്ട് എത്ര എളുപ്പമാണെന്നറിയോ പേഴ്സണൽ പ്രോനൗൺസ് എല്ലാം പ്രയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാക്ടീസാണ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. പല ചാനലുകളിലൂടെയും ലഭിക്കുന്നതാണ് നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ബേസിക് കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുക. ഇവിടെ പ്രോനൗൺസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് ക്ലാസ്സിൽ ആദ്യത്തേത് വരുന്നത് ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസ് പ്രാക്ടീസ്. ഏതാണ് സെൻറ്റൻസ് പ്രാക്ടീസ്? സെൻറ്റൻസ് നമ്പർ 1. ഡാഷ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഐ തിങ്ക് ഡാഷ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് because teachers help dash fill in the blanks with the suitable pronouns and their respective cases. LP level, UP level, high school level, higher secondary level, എന്തിനേറെ പറയുന്നു യൂണിവേഴ്സിറ്റി ലെവലിൽ പോലും ബേസിക് ഗ്രാമർ ആവശ്യമായ ഭാഗങ്ങളിൽ പ്രോനൗൺസ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 വിട്ട ഭാഗങ്ങളിൽ പ്രോനൗൺസ് ഫില്ല് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രോനൗൺസിന് 3 കേസസ് ഉണ്ട്. ഒന്ന് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന സബ്ജക്റ്റീവ് കേസ്, മറ്റൊന്ന് ഇൻ്റെ ഉടെ എന്നർത്ഥം കിട്ടുന്ന പൊസസീവ് കേസ്, മൂന്നാമത്തത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒബ്ജക്റ്റീവ് കേസ്. ഫോർ എക്സാമ്പിൾ, ഐ, മൈ, മീ. ഐ ദ സബ്ജക്റ്റീവ് കേസ്, മൈ ദ പൊസസീവ് കേസ് ആൻഡ് മീ ദി ഒബ്ജക്റ്റീവ് കേസ്. ഇത് ഫില്ല് ചെയ്താൽ മതി. ഈ 3 ബ്ലാങ്കുകളിൽ നിങ്ങൾക്ക് കൃത്യമായി വളരെ എളുപ്പം ഈ 3 രൂപങ്ങൾ ഫില്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. കൂടുതൽ സെൻറ്റൻസുകളൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. എത്ര എളുപ്പം! വളരെ ചെറിയ ഒരു കുട്ടിക്ക് പോലും കേട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മെമ്മറി യൂണിറ്റിൽ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ രജിസ്റ്റേർഡ് ആവട്ടെ. അതിനു വേണ്ടിയാണ് സിമ്പിൾ എക്സാമ്പിൾസ് തരുന്നത്. അതിനർത്ഥം വലിയ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യേണ്ട എന്നൊന്നല്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന രൂപത്തിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരി, ഫസ്റ്റ് പ്രാക്ടീസ് എന്താണ്? ഫസ്റ്റ് പ്രാക്ടീസ് പരിചയപ്പെടുത്തി തന്നത് ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസ് പ്രാക്ടീസ്. ഓൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓൾ ദ പ്രോനൗൺസ്
and their cases. All the pronouns and their cases. All the plural pronouns like I, we, you, they. Then all the singular pronouns he, she and it. Their cases also. എങ്ങനെ നമുക്ക് ഇതെല്ലാം ഈ രണ്ട് സെൻറ്റൻസുകളിൽ all in the same sentences പ്രാക്ടീസ് ചെയ്യുക. Dash speak English well. I speak English well. I think Dash English is good. Answer. I think my English is good because teachers help Dash. Answer. Because teachers help me. So the filled sentences are I speak English well. I think my English is good because teachers help me. Change the pronouns I, my and me and use next pronouns we, our and us. Use the same sentences to practice. What are the sentences? Dash speak English well. I think Dash English is good because teachers help me. How can we use we, our and us in these two sentences to practice well? Here is the sentence. We speak English well. I think our English is good because teachers help us. Clear now? We, our and us. We speak English well. I think our English is good because teachers help us. Next pronouns. You, your, and you. Same sentences. You speak English well. I think your English is good because teachers help you. Next. They, their, thou. Use the same practice sentences. They speak English well. I think their English is good because teachers help them. Next, singular pronouns. Using the same practice sentences. He speaks English well. He singular, so speaks. You know, നേരത്തെയുള്ള ക്ലാസ്സുകളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. I think his English is good because teachers help him. Next pronouns. She, her and her. Example or practice sentences. She speaks English well. I think her English is good because teachers help her. And the last one. It, its and it. It speaks English well. I think its English is good because teachers help it. Easy അല്ലേ? ഒരുപാട് സെൻറ്റൻസുകൾ പഠിക്കേണ്ടി വന്നോ? ഇല്ല. എന്നാൽ ഒരുപാട് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് പേഴ്സണൽ പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസ്സസ്. ഒരാൾക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ വരില്ല. വളരെ വളരെ എളുപ്പമാകുന്നു. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭാഷാശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്വന്തമാകും. എന്താണ്? വാട്ട് ഈസ് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് സയൻസ്? അതായത് ഏത് വ്യാകരണ ഭാഗമാണോ നമ്മുടെ മൗത്തിന് പാകപ്പെടുന്നത്, ഫ്ലെക്സിബിൾ ആകുന്നത്, അത്തരം വ്യാകരണ ഭാഗങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറി പവർ പിടിച്ചെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും, ഫ്ലുവൻസി ലഭിക്കും. ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള ഒരു പ്രാവീണ്യം നമുക്ക് കിട്ടും. പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാണ് ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തു വരുമല്ലോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇവിടെ ഐ, മൈ, മീ, അതുപോലെ തന്നെ വി, അവർ, അസ് തുടങ്ങിയവ മാത്രമേ സെയിം സെൻറ്റൻസുകളിൽ പ്രയോഗിച്ചിട്ടുള്ളൂ. എല്ലാ സെൻറ്റൻസുകളിലും നിങ്ങൾ പ്രയോഗിച്ച് പരിശീലിക്കണം. അങ്ങനെ പുസ്തകങ്ങളുടെ സഹായമില്ലാതെ തന്നെ മനസ്സിൽ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ
ചിന്തയിലൂടെ തന്നെ ഈ പരിശീലനം നടക്കും. അവിടെയാണ് ഓട്ടോമാറ്റിക് റിസൾട്ട് കിട്ടുന്നത്. ഇനി പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ തലമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസിയറായി തോന്നുക. രണ്ടാമത്തെ തലം നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യം എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ പ്രാക്ടീസ് മോഡ്യൂൾ അല്ലെങ്കിൽ ഏത് ലെവലിലാണ് പ്രോനൗൺസൊക്കെ, പ്ലൂരൽ പ്രോനൗൺസും സിംഗുലർ പ്രോനൗൺസും രണ്ടാമത്തെ രീതിയിൽ. രണ്ടാമത്തെ രീതി ഞാൻ അടിവരയിട്ടിരുന്നു. എന്താണത്? ഓർക്കുന്നില്ലേ നിങ്ങളത്? രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ് അടുത്ത വീഡിയോയിലൂടെ കിട്ടുന്നു. ഓർക്കുക, ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളുടെ പ്രാക്ടീസ് ക്ലാസ്സാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. പ്രാക്ടീസ് ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്, എല്ലാ ക്ലാസ്സുകളുടെയും ഡീറ്റെയിൽ ഇൻ ഗ്രേറ്റർ വേ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ? എന്താ ഓർമ്മിപ്പിക്കാൻ പോകുന്ന മോഷൻ? ഇങ്ങോട്ട് പറഞ്ഞോ. എന്താണ് പ്ലേലിസ്റ്റ്? എന്താണ്? അത് തന്നെ, പ്ലേലിസ്റ്റ് സേവ് ചെയ്യണം. എന്തിനാ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കുന്നത്? പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസിക് ക്ലാസ്സുകളുടെ ഓരോ വീഡിയോ 1 by 1 ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം ആകാംക്ഷയോട് കാത്തിരിക്കണം അല്ലേ? എന്താ സർ, ഈ പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസിൻ്റെ രണ്ടാമത്തത് എങ്ങനെയാണ്? ഒന്നാമത്തത് മോശമില്ല, ഓൾ ഇൻ ദ സെയിം സെൻറ്റൻസസ് മോശമില്ല, നമ്മൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യും സാർ. രണ്ടാമത്തത് സാറ് പറഞ്ഞില്ലേ, എന്താ? ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. തർജ്ജമ ചെയ്ത് പരിശീലിക്കുക. ഏത്? പ്രോനൗൺസ്. അതെപ്പോഴാണ് കിട്ടുമോ സർ? വളരെ വൈകാതെ തന്നെ അത് കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമോ? ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എങ്കിലേ അടുത്ത ക്ലാസ്സിൽ നോട്ടിഫിക്കേഷൻ വരൂ. ഓക്കെ അല്ലേ? ഒന്ന് ചിരിച്ചില്ല, ഒരു സന്തോഷമുണ്ട് അല്ലേ? ഒപ്പം തന്നെ നേരത്തെ സംശയിച്ചിരുന്നു, ഇത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണോ വേണ്ട. ഇപ്പോൾ സംശയം തീർന്നില്ലേ? അയച്ചു കൊടുക്കുമല്ലോ. ഇത്തരം ക്ലാസ് വീഡിയോസ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവരും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് ഓർമ്മിക്കുക. ട്രൂലി എ റിയൽ ട്രാക്ക് ഫോർ ഗെറ്റിംഗ് യുവർ ഇംഗ്ലീഷ് ബെറ്റർ ഇൻ എ ഗ്രേറ്റർ ഡീറ്റെയിൽ. അതിനായി എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, നത്തിങ് ഈസ് ഇംപോസിബിൾ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നത്തിങ് ഈസ് ഇംപോസിബിൾ മീൻസ് എവരിതിങ് ഈസ് പോസിബിൾ. എല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇച്ഛാശക്തിയെ സജീവമാക്കുക. നിങ്ങളുടെ പ്രയത്നത്തിന് സമയം കണ്ടെത്തിയ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഒരിക്കൽ ഓർമ്മിപ്പിച്ച പോലെ, പുഴയെ കണ്ട് കടലിനെ കൊതിക്കുന്ന പോലെ അല്ലേ? ലോങ് ഫോർ എ സീ ലുക്കിംഗ് അറ്റ് എ റിവർ. ലോങ് ഫോർ എന്ന് പറഞ്ഞാൽ വിഷ് ഫോർ, ആഗ്രഹിക്കും. ലോങ് ഫോർ എ സീ ലുക്കിംഗ് അറ്റ് എ റിവർ. പുഴയെ കണ്ട് കടലിനെ കൊതിക്കും. അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഇംഗ്ലീഷിൻ്റെ വിശാലമായ ഒരു ലോകത്തിലേക്ക്, അഡ്വാൻസ് ലെവൽ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കും. ഒരു ടാസ്കായി എടുത്ത് ലക്ഷ്യം നേടുന്നതുവരെ തുടരുക. നാം ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്. എന്നാൽ ആ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, കഴിവും നേടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കാനുണ്ട്. അതിനുവേണ്ടി ലോകഭാഷയായ ഇംഗ്ലീഷിനെ സ്വന്തമാക്കാം. ഞങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ, ഇംഗ്ലീഷ് ബേസിക് ട്രാക്കിലൂടെ, ഇംഗ്ലീഷ് ഫ്ലുവൻസി ട്രാക്കിലൂടെ, ഇംഗ്ലീഷ് ആക്സൻറ്റ് ട്രാക്കിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ ഞങ്ങളുണ്ട്. ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ്
വെരി നൈസ്ലി ആൻഡ് വെരി ഫ്ലുവൻ്റ്ലി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ടേക്ക് കെയർ ടിൽ ദെൻ. ഹാവ് എ നൈസ് ടൈം. All the best, dear students. Bye and good night.